ഹലോ. അപ്പോൾ കണ്ണനും കല്യാണിക്കൊക്കെ ചിലർക്ക് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ കണ്ണനെ സംബന്ധിച്ചിട്ട് അവൻ വയ്യാതിരുന്ന സമയത്താണെങ്കിലും പിന്നെ കല്യാണിനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണെങ്കിലും ഒക്കെ കൂടുതൽ പിന്നെ എപ്പോഴും ഒരടുപ്പം അച്ഛനും അമ്മമ്മയായിട്ട് അവനുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അവൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ. കല്യാണിക്കും അതെ, ഇവിടെ ഇപ്പോൾ ജാനിയും കളിക്കാനും പിന്നെ നമ്മളിപ്പോൾ നമ്മുടെ വീടിനെയൊക്കെ അപേക്ഷിച്ച് ഇവിടെ ഈ പാടവും പറമ്പും അങ്ങനെയൊക്കെ ആയിട്ട് നടക്കുമ്പോഴേ അതൊക്കെ കല്യാണിക്കൊക്കെ എൻജോയ് ചെയ്യാനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ണന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് എന്താ പറയുക, അത് എനിക്ക് എപ്പോഴും അവൻ്റെ ഓരോ ഭാവങ്ങളിൽ നിന്നും ഒരു ചിരിയിൽ നിന്ന് പോലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ്. എനിക്കിപ്പോൾ എവിടേക്കൊക്കെ പോകുന്നതിനേക്കാളും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ നമ്മുടെ അച്ഛനും അമ്മയാണല്ലോ ഉള്ളത്. പിന്നെ എന്നെ സംബന്ധിച്ചൊക്കെ ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ് കേട്ടോ ഓരോ സ്ഥലങ്ങളും. പക്ഷേ പണ്ടത്തേക്ക് അപേക്ഷിച്ചിട്ട് എല്ലാവിടെയും വ്യത്യാസങ്ങളൊക്കെ ആയി. പക്ഷേ ഈ പടവും പറമ്പിലൊക്കെ നമുക്ക് പറയാനാണെങ്കിൽ ഒരുപാട് കഥകളുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഓർത്ത് വയ്ക്കാനായിട്ട് ഒന്നുമില്ല അല്ലേ. നമുക്കൊക്കെ സത്യം പറഞ്ഞാൽ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോഴും ഓരോരോ കാര്യങ്ങളാണ്. എനിക്കൊക്കെ ഇപ്പോൾ ഇവിടെ പാടം കാണുമ്പോൾ ഞങ്ങൾ പാടത്ത് കളിക്കാറുള്ളതും അവിടെ ഒരു മാവുണ്ട്, മാവുമ്മ കളിക്കാറുള്ളതും അപ്പുറത്തെ ഇപ്പുറത്തെ വീടുകളൊക്കെ കാണുമ്പോഴാണെങ്കിലും അങ്ങോട്ട് ഓടാറുള്ളത്. ഇങ്ങിപ്പോൾ നമ്മൾ കളിച്ചിരുന്ന സ്ഥലത്തൊക്കെ പാടത്തൊക്കെ വീടുകളാണ് കേട്ടോ നിറച്ച്. എന്നാലും ആ ഒരു ഇതൊക്കെ കാണുമ്പോഴേ കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മ വരും. നമുക്ക് ഏറ്റവും സുഖമുള്ളൊരു കാര്യമാണ് ഓർമ്മകൾ. നോസ്റ്റാൾജിയ എന്ന് പറയുന്നത് ഭയങ്കര ഒരു സുഖം തരുന്ന കാര്യമാണ്. നമുക്കൊരിക്കലും തിരിച്ച് കിട്ടില്ല. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ നിമിഷങ്ങൾ പോലും നമ്മൾക്ക് ഇനിയിപ്പോൾ വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് കിട്ടില്ല. അതുപോലെ കുറേ മുൻപത്തെ കാലങ്ങൾ നമുക്കിപ്പോൾ നമ്മൾ അന്നൊക്കെ ഒരുപാട് ചിലപ്പോൾ വിഷമിച്ചതായിരിക്കാം, ആസ്വദിച്ചതായിരിക്കാം. ആ ഒരു കാലമൊന്നും ഇനി നമുക്ക് എങ്ങനെയൊക്കെ നമ്മൾ തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചാലും നമുക്ക് കിട്ടാത്ത കുറേ കാര്യങ്ങളാണല്ലേ. അപ്പോൾ ഈ ഒരു ഓരോ നിമിഷവും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. കാരണം ഓരോ നിമിഷവും നമ്മളിൽ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ നമുക്കത് കൈയെത്താവുന്നതിലും ദൂരേക്ക്, ഒരുപാട് ദൂരേക്ക് അങ്ങ് പോകുന്നേ.